സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 7, 8, 9 അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളിലൂടെയാണ്. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എന്തിനു വേണ്ടിയാണ് നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് പൗലോസ് പറയുന്നത്? ഉത്തരം: ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. ഉത്തരം: ഞാൻ ആനന്ദപൂരിതനുമാണ്. ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു എന്ന് പൗലോസ് പറയുന്ന സ്ഥലമേത്? ഉത്തരം: മക്കദോനിയ. പുറമേ മത്സരം, അകമേ എന്താണ്? ഉത്തരം: ഭയം. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: തീത്തോസിൻ്റെ സാന്നിധ്യം വഴി. തീത്തോസ് പൗലോസിനോട് എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അത്യധികം സന്തോഷിച്ചുവെന്ന് പൗലോസ് ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് പറഞ്ഞപ്പോൾ. ക്ലേശങ്ങൾ ഞങ്ങളെ സദാ അലട്ടിക്കൊണ്ടുമിരുന്നു. എവിടെ വെച്ചായിരുന്നു? ഉത്തരം: മക്കദോനിയായിൽ. 2 കൊരിന്തോസ് 8-ാം അധ്യായം തുടങ്ങുമ്പോഴുള്ള ശീർഷകം ഏത്? ഉത്തരം: ഉദാരമായ ദാനം. രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം: ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. എന്തു കാരണത്താൽ എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. ലൗകികമായ ദുഃഖം നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഉത്തരം: മരണത്തിലേക്ക്. എനിക്ക് നിങ്ങളിൽ എന്തുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം: പരിപൂർണ വിശ്വാസമുള്ളതിനാൽ. തീത്തോസിനോട് ഞങ്ങൾ എന്തു പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പറഞ്ഞത് എന്താണ്? ഉത്തരം: മേനി പറഞ്ഞതും. എവിടെ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എവിടെയാണത്? ഉത്തരം: മക്കദോനിയയിലെ സഭകളിൽ. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത് എന്താണ്? ഉത്തരം: അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗവാക്കുകളാക്കണമെന്നാണ് അവർ പൗലോസിനോടൊക്കെ അപേക്ഷിച്ചത്? ഉത്തരം: വിശുദ്ധരെ. തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള എന്തു പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചുവെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: കാരുണ്യ പ്രവർത്തനങ്ങൾ. കൊരിന്തോസുകാർ എന്തെല്ലാം കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: എല്ലാ കാര്യങ്ങളിലും, വിശ്വാസത്തിലും, പ്രഭാഷണത്തിലും, വിജ്ഞാനത്തിലും, സമ്പൂർണമായ ഉത്സാഹത്തിലും, ഞങ്ങളോടുള്ള സ്നേഹത്തിലും. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് എന്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായത്
എന്തിനു വേണ്ടിയാണ്? ഉത്തരം: തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ. എങ്ങനെയുള്ള ദാനമാണ് ദൈവം സ്വീകരിക്കുന്നത്? ഉത്തരം: ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം. കൊരിന്തോസുകാരെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചത് ആര്? ഉത്തരം: ദൈവം. നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ. ആരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: തീത്തോസ്. ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: വിശുദ്ധർക്ക് വേണ്ടിയുള്ള. കഴിഞ്ഞ വർഷം മുതൽ തയ്യാറായിരിക്കുകയാണെന്ന് മക്കദോന്യക്കാരോട് പൗലോസ് പ്രശംസിച്ച് പറയുകയുണ്ടായത് ആരെക്കുറിച്ചാണ്? ഉത്തരം: അക്കായിയായിലുള്ളവരെക്കുറിച്ച്. നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് എന്താണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: കൊരിന്തോസുകാരുടെ തീക്ഷ്ണത. ആ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല, പിന്നെ എങ്ങനെ ശേഖരിച്ചതാണെന്ന് വ്യക്തമാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. ഉത്തരം: നിങ്ങളുടെ സന്മനസ്സുകൊണ്ട്. സത്യമിതാണ്. തുടർന്ന് വരുന്ന വാക്യം എഴുതുക. ഉത്തരം: അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? ഉത്തരം: സന്തോഷപൂർവ്വം നൽകുന്നവനെ. ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഉത്തരം: നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്. അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തിന്? ഉത്തരം: നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് കൊരിന്തോസുകാർ കരുതുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: പൗലോസ്. അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. പൗലോസ് ആരെയാണ് ഉദ്ദേശിച്ചത്? ഉത്തരം: ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരെക്കുറിച്ച്. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ഞങ്ങൾ നടത്തുന്നത് എന്തു പോരാട്ടമല്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഉത്തരം: ജഡിക പോരാട്ടമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. എന്ത്? ഉത്തരം: ഞങ്ങളുടെ സമരായുധങ്ങൾ. ആരെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിനെ. നിങ്ങൾ എന്ത് കാണാനാണ് പൗലോസ് കൊരിന്തോസുകാരോട് പറഞ്ഞത്? ഉത്തരം: കൺമുൻപിലുള്ളത്. ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല. എന്തിനെപ്പറ്റിയാണ് പറയുന്നത്? ഉത്തരം: ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി. കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: നിങ്ങളെ പടുത്തുയർത്താൻ. ലേഖനത്തിലൂടെ നിങ്ങളെ എന്തു ചെയ്യുന്നവരായി എന്നെ കണക്കാക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ഭയപ്പെടുത്തുന്നവനായി. നിങ്ങളിൽ ചിലർ എൻ്റെ ലേഖനത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ഈടുറ്റതും ശക്തവുമാണെന്ന്. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും
സാഹസപ്പെടുന്ന വിഡ്ഢികളാണവർ. ആരെയാണ് ഉദ്ദേശിച്ചത്? ഉത്തരം: ആത്മപ്രശംസ നടത്തുന്നവർ. ഞങ്ങൾ അതിരുകടന്ന് എന്ത് ചെയ്യുന്നില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. ഉത്തരം: ആത്മപ്രശംസ. ഏത് പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നുവെന്നാണ് കൊരിന്തോസുകാരോട് പൗലോസ് പറയുന്നത്? ഉത്തരം: ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിയിൽ. നിങ്ങളുടെ അടുത്ത് എന്തുമായി വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. ഉത്തരം: ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. അഭിമാനിക്കുന്നവൻ ആരിലാണ് അഭിമാനിക്കേണ്ടത്? ഉത്തരം: കർത്താവിൽ. എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല സ്വീകാര്യൻ, പിന്നെ ആരാണ്? ഉത്തരം: കർത്താവ് പ്രശംസിക്കുന്നവൻ. 2 കൊരിന്തോസ് 9-ാം അധ്യായത്തിലെ ശീർഷകം എന്ത്? ഉത്തരം: വിശുദ്ധർക്കുള്ള ധനശേഖരണം. 2 കൊരിന്തോസ് 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 16 വാക്യങ്ങൾ. 2 കൊരിന്തോസ് 7-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? ഉത്തരം: പശ്ചാത്താപത്തിൽ സന്തോഷം.